എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മൂന്നാർക്ക് പോയാലോ? ഇത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ മൂന്നാർ. ഞങ്ങൾ മൂന്നാർ എത്തണേൽ മുന്നായിട്ട് മാങ്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആനക്കുളം ഉണ്ട്, അവിടേക്കാണ് കേട്ടോ ആദ്യം പോയത്. അവിടേക്ക് പോണ വഴിയിലുള്ള തേയിലത്തോട്ടമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി. പിന്നെ അവിടെ മെയിനായിട്ട് ഏലത്തിൻ്റെ കൃഷിയാണ് കണ്ടത്. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റ് ആയിരുന്നു, അത് കാരണം പോണ വഴിയൊന്നും അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആനക്കുളത്തെത്തിയപ്പോൾ 9 ആനകളുണ്ടായിരുന്നു. ആ ഒരു ചെറിയ കുളം പോലത്തെ ഒരു ഇതാണ്. അവിടുത്തെ വെള്ളത്തിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അത് കാരണം അവിടേക്ക് ആനകൾ ഡെയിലി കുറേ ആനകൾ വരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ദിവസം ഞങ്ങൾ ഈ ആനക്കുളം തന്നെ കാണാൻ പോയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മാങ്കുളത്തുനിന്ന് മൂന്നാർക്ക് വന്നിട്ട് അവിടെയാണ് റൂം എടുത്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വട്ടവട പോണ റൂട്ടിലാണ് എലിഫൻറ്റ് പാർക്ക് ഉള്ളത്, അങ്ങോട്ടാണ് പോയത്. അവിടേക്ക് പോണ വഴിയിൽ തന്നെ ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ ഉണ്ട്. നല്ല ഭംഗി, തേയിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ ഭാഗത്ത്. അവിടെ അത് കാരണം ഇത്തിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ എലിഫൻറ്റ് പാർക്കിലേക്കുള്ള എൻട്രി. ഇവിടെ നമുക്ക് എലിഫൻറ്റ് സഫാരി ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് ഒരാൾക്ക് 800 രൂപയാണ് ചാർജ് വരുന്നത്. അത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ടിട്ട് 800 രൂപയാണ് ചാർജ്. ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്താണ് നമുക്ക് എലിഫൻറ്റ് സഫാരി ചെയ്യാൻ പറ്റുക. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴികളൊക്കെയാണ്. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഫോട്ടോസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ 500 രൂപ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ ആനപ്പുറത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് കാരണം അവർ എക്സ്ട്രാ ഫോട്ടോഗ്രാഫറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഫോട്ടോസ് വേണമെങ്കിൽ പറയാം. അതിന് പക്ഷേ 500 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ എലിഫൻറ്റിനെ ഫീഡ് ചെയ്യണമെങ്കിലും 200 രൂപയാണ്. അത്യാവശ്യം എക്സ്പെൻസീവായി തോന്നി അവിടെ. ആനയുടെ പുറത്ത് ഒരു സീറ്റൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ആനപ്പുറത്ത് പിടിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനയുടെ പുറത്ത്. ഈ കാണുന്നതാണ് ഓഫീസ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെറിയൊരു ട്രെയിനിങ് ഒക്കെ തരും. പിന്നെ ഫോട്ടോഗ്രാഫി ആവശ്യമുള്ളവർക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അറേഞ്ച് ചെയ്ത് തരും അവർ. തൃശ്ശൂർ ഇഷ്ടം പോലെ ആനയെ കാണാമല്ലോ. പക്ഷെ ഇത് നമുക്ക് 6 ആനയാണ് ഉള്ളത്. അതിൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രെയിൻഡ് എലിഫന്റ് ആണ്. വളരെ ഇന്റലിജന്റ്, ഫ്രണ്ട്ലി ആണ്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കയറുക, പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇറക്കുക. ഒരു കാറിൽ കയറുന്ന പോലെ സിമ്പിൾ ആയിരിക്കും. മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പാപ്പാനുണ്ട്, പാപ്പാൻ ആനയെ കൺട്രോൾ ചെയ്തോളും, പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ DSLR എടുക്കുന്നതാണ്. നമ്മൾ മൊബൈലിൽ എടുത്തിട്ട് അല്ലാട്ടോ നമ്മൾ ക്യാമറയിൽ എടുത്തിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ആക്കി തരും. 500 രൂപ മാത്രമുള്ള ഒരു ആനയുടെ പ്രോഗ്രാം. ത്രൂ ഔട്ട് വന്ന് ഏത് രീതിയിൽ വേണേൽ പോസ് ചെയ്യാം. അതാണ് ഇതിന്റെ. ഇത് ലാസ്റ്റ് ടൈം എടുത്തുള്ള ഒരു വൈറൽ ഫോട്ടോയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. നല്ല രീതിയിൽ പോസ് ചെയ്ത് വൈറലായിട്ട് മാറി. നിങ്ങൾക്ക് ഇതിന് കയറുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആനപ്പുറത്തിരുന്നുകൊണ്ട് എടുക്കുമ്പോൾ ആനയെ കിട്ടില്ല. അതാണ്, നിങ്ങൾ ആനയുടെ പുറത്താണ്, വേറെ ആരും അലൗഡ് അല്ലാത്ത. അതാണ് അതിന്റെ പോയിന്റ്. അപ്പൊ നമ്മള് ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യും, വീഡിയോസ് ഇല്ല. വേണമെങ്കിൽ 500 രൂപയ്ക്ക് ആഡ് ചെയ്യാം. കമാടത്തെ പള്ളെന്താ പള്ളെന്ത് ചെയ്യാ
ആന സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഗ്യാപ്പ് റോട്ടിലേക്കാണ് കേട്ടോ പോയത്. ആ പോണ വഴിയിൽ ഈ മലയുടെ മുകളിലൊക്കെ മേഘങ്ങൾ വന്ന് കൂടി നിൽക്കണ പോലെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് റോഡ് എന്ന് പറയണതും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. മൂന്നാറെന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ കുറേ കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു, ചെറിയൊരു തണവും ഒക്കെ ആയിട്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ മൂന്നാറത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.